ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി നെക്സ്റ്റ് പ്രിൻസിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പേ തന്നെ ഇന്ന് നമുക്ക് രണ്ടുപേരുടെ പേര് പറയാനുണ്ട്. ഒരാളുടെ പേര് ദിയ എന്നാണ്, മറ്റൊരാളുടെ പേര് അനന്യ. സോ എന്തായാലും രണ്ടുപേർക്ക് ഞാനൊരു ഹായ് പറയുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു ഫെൻസിങ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കനിനും റാമിനും റെഡിയായി നിൽക്കുന്നുണ്ട്. മത്സരം എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. ഇതേസമയം രാജാവിന് വയ്യാത്തതുകൊണ്ട് തന്നെ അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അയാൾ റെസ്റ്റ് എടുക്കുന്ന റൂമിൽ ഇരുന്നിട്ടാണ് ഇയാളിത് കാണുന്നത്. അങ്ങനെ ആ ഒരു മത്സരം സ്റ്റാർട്ടാകുമ്പോൾ കനിനാണ് പോയിന്റ്സ് അത്രയും നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടാതെ റാമിലിൻ്റെ അച്ഛൻ ഒരു 10 മിനിറ്റ് ബ്രേക്ക് ചോദിക്കുന്നുണ്ട്. അങ്ങനെ റാമിൽ പുറത്തോട്ട് പോകുന്ന ടൈമിന് റാമിലിൻ്റെ അച്ഛൻ അവനെ അടിച്ചിട്ട്, നീ എന്ത് കാണാനാണോ നിൽക്കുന്നത്, നിനക്ക് മര്യാദയ്ക്കൊന്നും മത്സരിച്ചൂടെ, ഇതെങ്ങാനും കൈവിട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ ടെൻഷനായിട്ട് തിരിച്ചങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ പൈതായി ഡോറിൻ്റെ പുറത്തായിട്ട് നിൽക്കുന്നതും അവൻ കാണുന്നുണ്ട്. എന്നാൽ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പൈതായുടെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ മത്സരം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. റാമിലും നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഈക്വലായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ റാമിൽ പെട്ടെന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അതൊന്നും തന്നെ റാമിലിൻ്റെ അച്ഛൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ കനിൻ വന്നിട്ട് അവനെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. മത്സരം വീണ്ടും പഴയതുപോലെ തന്നെ കണ്ടിന്യൂ ആവുന്നുണ്ട്. അങ്ങനെ അവസാനം കനിൻ അതിൽ ജയിക്കുന്നുണ്ട്. റാമിലിനും വിഷമമൊന്നുമില്ല. അവനാണെങ്കിൽ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന ടൈമിന് പൈതായി നിൽക്കുന്ന കണ്ടിട്ട് പൈതായിയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ ആ സമയം റാമിലിൻ്റെ അച്ഛൻ പറഞ്ഞു വിട്ടിട്ട് ഒരു ഗാർഡ് വന്നിട്ട് റാമിലിനെ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാണ്. ചെന്നുടനെ തന്നെ അയാൾ ചാറ പറ റാമിലിനെ അടിക്കുന്നുണ്ട്. റാമിലപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെന്നെ എത്ര എണ്ണം അടിച്ചോ എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ലൈഫിൽ നിന്ന് എല്ലാം കൊണ്ടുപോയത് നിങ്ങളൊരാളാണെന്ന്. ആ സമയം റാമിലിൻ്റെ അച്ഛൻ, നിനക്ക് എല്ലാം തന്നത് ഞാനാണെന്ന് പറയുമ്പോൾ റാമിലാണെങ്കിൽ, പക്ഷേ എൻ്റെ ലൈഫിൽ നിന്ന് എല്ലാം നിങ്ങൾ തന്നെയല്ലേ കൊണ്ടുപോയത്, ഇത്രയും കാലം നിങ്ങൾ പറയുന്നതെല്ലാം തന്നെ ഞാൻ അനുസരിച്ചല്ലേ നിന്നത്, ഇനി പക്ഷേ നിങ്ങൾ എന്ത് കമാൻഡ് തന്നാലും ഞാൻ ഒരിക്കലും അനുസരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൻ നടന്നു പോകുന്നുണ്ട്. അവൻ്റെ അച്ഛനാണെങ്കിൽ, നിൻ്റെ ഞാൻ പോകാൻ പെർമിഷൻ തന്നിട്ടില്ല, തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതേസമയം രാജാവിനെ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു മത്സരം കഴിഞ്ഞ് കനിൻ ജയിച്ചു നേരത്തെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശമായിട്ട് വരുന്നുണ്ട്. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഈ ഒരു മത്സരത്തിന് പോകുന്നതിന് മുന്നേ തന്നെ കനിനാണെങ്കിൽ രാജാവിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം രാജാവ് തൻ്റെ മകൻ്റെ അടുത്ത് ഇതുപോലെ കനിൻ്റെ അടുത്ത് സോറി പറഞ്ഞത്, കനിനോടൊന്ന് പറയാൻ പറഞ്ഞത് കനിൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, ഞാനാണെങ്കിൽ സോറി അക്സെപ്റ്റ് ചെയ്തു എന്ന്. അങ്ങനെ ഇപ്പോൾ അതുങ്ങാഴ്ച പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും രാജാവ് മരിച്ചു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ആ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും രാജാവിൻ്റെ കല്ലറയുടെ മുന്നിൽ പൂക്കളൊക്കെ വയ്ക്കുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ കനിൻ അവസാനം മത്സരത്തിൽ ജയിച്ച് കനിൻ്റെ അച്ഛൻ രാജാവായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ അച്ഛനാണെങ്കിൽ ആ രാജാവിൻ്റെ കസേരയിൽ ഇരുന്നിട്ട് ഞാൻ ഹിമാലയനെ സംരക്ഷിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കനിന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുന്നുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ, അതായത് അവനിനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവന് കൊടുത്തിരുന്ന സ്ക്രിപ്റ്റിലുള്ള മറുപടിയല്ല അവൻ പറയുന്നത്. അവൻ്റെ റിയൽ ആയിട്ടുള്ള ഫീലിംഗ് ആണ് പറയുന്നത്. അതായത് ഇങ്ങനെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്, പക്ഷേ വേറെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇതിനായിട്ട് തീരുമാനിച്ചില്ല എന്ന്. അതേസമയം ഇവിടെ കൊട്ടാരത്തിൽ ഇപ്പോൾ രാജാവായതിൻ്റെ ആ ഒരു ചടങ്ങ് നടന്നുകൊണ്ടുണ്ട്. ഡാൻസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കനിനാണെങ്കിൽ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുന്ന സമയത്ത് ചരൻ്റെ കൈയും പിടിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അവൻ ചരനോട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ആ സമയം ചരൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ സ്ക്രിപ്റ്റിലുള്ള മറുപടി നേരത്തെ ഇൻ്റർവ്യൂവിന് കൊടുക്കാത്തതെന്ന്. ആ സമയം കനിൻ, എനിക്ക് ശരിക്കും മനസ്സിലുള്ളത് പറയണമെന്ന് തോന്നി, പിന്നെ അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം ഉറപ്പിച്ച് പറയണം, അതായത് എനിക്ക് ഫുൾ ടൈം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നൈറ്റ് ടൈം കനിനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചരൻ അവൻ്റെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ കനിൻ്റെ അച്ഛനും വരുന്നുണ്ട്. ചരൻ മാറി ഇന്ന് കൊടുക്കുകയാണ്. ആ സമയം കൂടെ തന്തനായും വരുന്നുണ്ട്. നമ്മുടെ കനിനും തന്തനായും എന്തോ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് കനിൻ്റെ അച്ഛനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല, നീ ആണെങ്കിൽ എവിടെയാണോ ഹാപ്പി ആയിട്ടുള്ളത് നീ അവിടെ തന്നെ നിന്നോളാൻ. ആ സമയം കനിനാണെങ്കിൽ, എനിക്കാണെങ്കിൽ കുറച്ച് സമയം കൂടെ വേണം, ഞാൻ എല്ലാം ഉറപ്പിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവം എന്ന് നമ്മുടെ അടുത്ത് ഇതുവരെയായിട്ട് പറയുന്നില്ല. അടുത്ത പിന്നീട് കാണിക്കുന്നത് പൈതായിനെയാണ്. അവനിപ്പോൾ അടുത്ത ദിവസം ആ ഒരു കടലിൻ്റെ ഏരിയയിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവനെ കാണാനായിട്ട് റാമിൽ വരുന്നുണ്ട്. റാമിലും പൈതായി ഇപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്. പക്ഷേ റാമിലാണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ വാക്കുകൾ പോലും കേൾക്കാതെ ഇപ്പം അച്ഛനെ വരെ വിട്ടിട്ട് വന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ പൈതായിയുടെ അടുത്ത് സോറി പറഞ്ഞിട്ട് പൈതായുടെ മുന്നിൽ മുട്ടുകുത്തിന്ന് കരയുന്നുണ്ട്. പൈതായിക്ക് സങ്കടമായിട്ട്, കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ചിട്ട് അവർ തമ്മിൽ അവിടെ എല്ലാം കാര്യങ്ങളൊക്കെ ഓക്കെ ആവുന്നുണ്ട്. അടുത്ത് കനിനെ കാണിക്കുമ്പോൾ അവൻ്റെ റൂമിൽ ബബ്ലുവിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചരൻ വരുന്നത്. കനിൻ ഉടനെ തന്നെ ചരൻ്റെ അടുത്ത്, ചരൻ നമുക്ക് പുറത്ത് കറങ്ങാൻ പോയാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചരനാണെങ്കിൽ അതിനാദ്യം രാജാവിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. കനിനപ്പോൾ ഞാനതൊക്കെ ഓൾറെഡി ചോദിച്ചതാ, നമുക്കിനി പോവാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കനിൻ നിനക്ക് എവിടെ പോകണമെന്ന് വെച്ചിട്ട് അവനെയും കൊണ്ട് നേരെ ടൗണിലോട്ടൊക്കെ കറങ്ങാനായിട്ട് ഇറങ്ങുന്നുണ്ട്. പോകുന്ന ടൈമിന് അവർ മുമ്പൊരിക്കൽ ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതേ സ്ഥലത്തോട് തന്നെ വീണ്ടും നടക്കുമ്പോൾ അന്ന് വാങ്ങിച്ച അതേ ഫുഡൊക്കെ കനിന് വേണമെന്ന് പറഞ്ഞിട്ട് ചരൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് വന്ന സമയത്ത് ചരനാണെങ്കിൽ ഭയങ്കര ഗൗരവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ചരൻ ഇന്ന് കനിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. അതും കനിൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതേസമയം അവർക്ക് രണ്ടുപേർക്കും അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കനിനും ചരനും നമുക്ക് ഇവിടെ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് കൊട്ടാരത്തിൻ്റെ ഒരു ഏരിയ തന്നെയാണെന്ന് തോന്നുന്നു അവരുടെ ചെന്നിരിക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് കനിനാണെങ്കിൽ ആ ഒരു സംസാരിക്കാമെന്ന കാര്യം മറന്നുപോയിട്ട് ആ ഒരു ആഘോഷമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ചരനെന്തോ കനിനെ കിസ് ചെയ്യണമെന്ന് തോന്നുകയാണ്. അങ്ങനെ രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കനിനാണെങ്കിൽ നമുക്കിനി സംസാരിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അവന് ചരൻ ഒത്തിരി ഇഷ്ടമാണ്,
എൻ്റെ ഫ്യൂച്ചറിലും ചരണിനെ ആഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, ചരൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ചരണിന് തന്നെ ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചരൺ ആ ഐ ലവ് യു എന്നൊരു വേർഡ് നമ്മുടെ കനിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് തുറന്ന് പറയുന്നില്ല. അത് പറയുന്നത് കറക്റ്റ് ആയിരിക്കുമോ, അങ്ങനെ പറയാമോ എന്നൊരു ഇതിലാണ് ചരൺ ഇരിക്കുന്നതും. ചരൺ ആ ഒരു കാര്യം കനിനോട് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് കനിനൊരു രാജകുമാരനും ഇവനൊരു റോയൽ ഗാർഡും ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും ആ ഒരു മറുപടി കേൾക്കുമ്പോൾ കനിന് ചെറിയ സങ്കടമാകുന്നുണ്ട്. കനിനാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് എന്താണോ പറയാൻ പറ്റുന്നത് അന്ന് നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് കനിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഒരു ന്യൂസൊക്കെ വരുന്നതാണ്. കനിനാണെങ്കിൽ അവൻ്റെ ആ ഒരു രാജകുമാരൻ്റെ പദവി വിട്ടിട്ട് വീണ്ടും അവൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനം എടുത്തു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഇപ്പോൾ ബുജാറിലിരുന്നിട്ട് നമ്മുടെ കാൽവിൻ കാണുന്നുണ്ട്. കാൽവിനാണെങ്കിൽ കനിൻ എന്ത് തീരുമാനം എടുത്താലും അവൻ്റെ കാര്യത്തിൽ സന്തോഷമേ ഉള്ളൂ. അതേസമയം കാൽവിനാണെങ്കിൽ ജെയിനെയും ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ നൈറ്റ് ജെയ് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് കാൽവിൻ അവനെ കാണാനായിട്ട് വരുമ്പോഴത്തേക്കും ജെയ് ആണെങ്കിൽ അധികം മൈൻഡൊന്നും ചെയ്യുന്നില്ല. കാൽവിനപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കണമെന്നുണ്ടെന്ന് പറയുമ്പോൾ ജെയ്യും ഒന്ന് ആലോചിച്ചിട്ട് എനിക്കും നിന്നോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ കാൽവിൻ ജെയിനെ വിളിച്ചുകൊണ്ട് ആ ഒരു ബീച്ചിൻ്റെ ഏരിയയിലൊക്കെ കൊണ്ട് നിർത്തുന്നുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ജെയിനോട് സോറി പറയാണ്, താനൊരു രാജകുമാരനായിരുന്നു എന്നൊരു ഐഡൻറ്റിറ്റി മറച്ചു വെച്ചതിന്. ആ സമയം ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആദ്യം നിൻ്റെ അടുത്ത് ദേഷ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ സത്യം തന്നെയാണ്, പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കാൽവിനാണെങ്കിൽ ഞാനൊരു കറക്റ്റ് അവസരം വരുമ്പോഴത്തേക്കും പറയാമെന്ന് വിചാരിച്ചിരുന്നതാ, പക്ഷെ പിന്നീട് എനിക്കെന്തോ അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. ആ നേരം കൊണ്ട് നീ എന്ന സത്യങ്ങളെല്ലാം അറിയുകയും ചെയ്തു. പിന്നെ നീയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വിട്ടു കളയണമെന്നും എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീടാണ് മനസ്സിലാക്കാൻ പറ്റിയത് നീയുമായിട്ട് ഇങ്ങനെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാറി അതിനേക്കാൾ വലിയൊരു ഫീലിങ്സ് ആയിട്ട് മാറിയെന്ന്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീയാണെങ്കിൽ തിരിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതെനിക്ക് ജസ്റ്റിൻ്റെ അടുത്ത് പറയണമെന്ന് തോന്നിയെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ജെയ് അങ്ങ് മറുപടി കൊടുക്കുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. രണ്ടുപേരും ഇഷ്ടം തുറന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറച്ചേരം രണ്ടും നാണിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് കാൽവിൻ ജെയ്ക്ക് ചെറിയൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്, രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നൈറ്റ് കൊട്ടാരത്തിൽ കനിൻ്റെ അച്ഛൻ ഇരിക്കുന്ന സമയത്ത് കനിനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ഒരു ഡ്രോയിങ് ചെയ്തത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഞാനിത് ചെയ്തത് ശരിയായെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും അച്ഛനെ തരണമെന്ന് തോന്നിയെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയം കനിനാണെങ്കിൽ ഞാൻ നാളെയാണെങ്കിൽ എബ്രോഡ് പോകുന്നത്, പിന്നെ അച്ഛനാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ നേരെ നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛൻ പറയുന്നുണ്ട് ഹിമാലയ മുഴുവൻ തന്നെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോവും, പിന്നെ നിനക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയാം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ്, നീ വളർന്ന് വലുതാവുന്ന സമയത്ത് ഞാനും നീയും ഒരുമിച്ചുണ്ടായിരുന്നില്ല, എന്നാലും എനിക്ക് നിൻ്റെ അടുത്തുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം കനിനാണെങ്കിൽ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. തന്തനായും കൂടെ പോകുന്നുണ്ട്. വീണ്ടും ഒരു മുമ്പത്തെ പോലെ അച്ഛനും മോനുമായിട്ട് എബ്രോഡ് താമസിക്കാനാണ് പ്ലാൻ. അങ്ങനെ തന്തനായുടെ അടുത്ത് കനിനാണെങ്കിൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചരൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. ആ സമയം കനിനാണെങ്കിൽ ചരൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറ്റും ഇങ്ങനെ കാണാനൊക്കെ വരണം, ഞാൻ നിന്നെ മിസ് ചെയ്യും, പിന്നെ ഫ്രീ ആകുമ്പോൾ കോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്. ചരനും അപ്പം ഐ ലവ് യു എന്ന് തിരിച്ച് പറയാൻ ഒരു മടി ഉണ്ടെങ്കിലും പറയാമെന്ന് കരുതിയിട്ട് ഐ എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ബബ്ലു അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അവനെക്കാളും സൈസുള്ള ഒരു 4-5 ലഗേജും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവ ഓടി വന്നിട്ട് കനിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാനും നിങ്ങളുടെ ഉടങ്ങ് വരുന്നു എന്ന്. ബബ്ലുവിലൊന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കനിനാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകത്തില്ല എന്നൊരു രീതിയിൽ മൈൻഡില്ലാതെ തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ബബ്ലു ആണെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ആ ലഗേജും കൊണ്ട് ഇറങ്ങി ഓടുന്നുണ്ട്. ചരൻ്റെ അടുത്തും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഹഗ്ഗൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതിനുശേഷം ഇവർ തിരിച്ച് എബ്രോഡ് എത്തി കഴിയുമ്പോൾ ലഗേജ് എല്ലാം ഓപ്പൺ ചെയ്ത് സാധനങ്ങൾ നമ്മുടെ കനിനും ബബ്ലുവും കൂടെ ആയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ബബ്ലുവിൻ്റെ അടുത്ത് കനിൻ പറയുന്നുണ്ട് ഇനി എൻ്റെ അടുത്ത് ഫോർമാലിറ്റി ഒന്നും കാണിക്കണ്ട, നമ്മളിപ്പോൾ കൊട്ടാരത്തിലല്ല, ഇവിടെ എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടാണ് ഇരിക്കുന്നത്, നീ ഇനി എൻ്റെ ബെസ്റ്റിയാണ്, എൻ്റെ കൂടെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ബബ്ലുവിന് ജനിച്ചപ്പോൾ തൊട്ടേ തീരെ ശീലമില്ലാത്ത കാര്യമാണ് ഈ ബെസ്റ്റി എന്ന് പറഞ്ഞ പരിപാടി. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ബെസ്റ്റിയോ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്നുണ്ട്. എന്നാൽ കനിൻ അതേ ഇവിടെ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ബബ്ലു ആണെങ്കിൽ എനിക്ക് തിരിച്ച് കൊട്ടാരത്തിൽ പോകണമെന്ന് പറഞ്ഞ് സൈഡിൽ കൂടെ ഇറങ്ങി ഓടുന്നുണ്ട്. ഇതും കണ്ടുകൊണ്ടാണ് തന്തനായി നമ്മുടെ കനിൻ്റെ അടുത്തേക്ക് വരുന്നത്. തന്തനായി വന്നിട്ട് നീ എങ്ങാനും അവനെ പറ്റിച്ചോ കളിപ്പിച്ചോ, അവൻ എന്തിനാ ഇപ്പോൾ ഓടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ കനിനാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ പാവമല്ലേ എന്ന് പറയുന്നുണ്ട്. തന്തനായി അപ്പോൾ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കാനായിട്ട് പറഞ്ഞിട്ട് പോവുകയാണ്. ആ സമയം തന്നെ കനിനാണെങ്കിൽ ചരനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, നീ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത്, എനിക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ എനിക്ക് നിന്നെ കിസ് ചെയ്യണമെന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ചരനാണെങ്കിൽ ഇതിനൊക്കെ ഉടനെ പറ്റുമെന്ന് പറയുന്നുണ്ട്. കനിനപ്പോൾ എന്താ പറയുക ക്ലിയർ ആയിട്ട് കേട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ചരൻ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശരി എന്നാൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കെട്ടിക്കുന്നുണ്ട്. അതിനുശേഷം നൈറ്റ് കനിനാണെങ്കിൽ റൂമിൽ ഇരിക്കുന്ന ടൈമിന് അവനെ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല ബെസ്റ്റീസ് ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഓരോരോ വിശേഷം അതൊക്കെ
ചെയ്തെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അവ പറയുന്നുണ്ട് ഇനി എപ്പോഴാണ് ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത്, ഞാൻ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അവ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചരനുമായിട്ട് സംസാരിക്കാറുണ്ടോ എന്ന്. കനിനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും എന്ന് പറയുമ്പോൾ അവ പറയുന്നുണ്ട് ചരൺ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റിൽ എന്തോ ഒരു പൊസിഷനിൽ ജോലി ഇട്ടിട്ടുണ്ട്, അവനിപ്പോൾ അവിടെ എന്താണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ലല്ലോ, വേണമെങ്കിൽ കോൾ ചെയ്ത് സംസാരിച്ചോ, ഞാനിപ്പോൾ കോൾ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ ബായ് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കനിൻ ഉടനെ തന്നെ ചരണിനെ കോൾ ചെയ്യുന്നുണ്ട്, എന്ന് എടുക്കുന്നില്ല. 4-5 തവണ കോൾ ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെ കനിനാണെങ്കിൽ വിഷമിച്ച് കിടക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ കനിൻ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ അവൻ്റെ തൊട്ടടുത്ത് ചരൺ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ചരണിനെ കാണുമ്പോൾ കനിൻ ഒത്തിരി എക്സൈറ്റഡ് ആവുന്നുണ്ട്, ചരണിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ചരണപ്പോൾ പറയുന്നുണ്ട് നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാനാണെങ്കിൽ വരുന്ന കാര്യം പറയാത്തേന്ന്. കനിനപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഒത്തിരി തവണ കോൾ ചെയ്തു എന്നിങ്ങനെ പറയുമ്പോൾ ചരണാണെങ്കിൽ ആ സമയത്തിന് കോൾ എടുക്കാൻ പറ്റിയില്ല, പിന്നെ എടുത്തിരുന്നെങ്കിൽ ഞാൻ വരുന്ന കാര്യം നീ അറിഞ്ഞേനേന്നും പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് കനിൻ ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കാൻ പറ്റും, അവിടെ കൊട്ടാരത്തിൽ ഡ്യൂട്ടി ഒന്നും ഇല്ലേന്ന്. ആ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ചരനാണെങ്കിൽ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ വേദിസിനെ മീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു താനാണെങ്കിൽ ഈ റോയൽ ഗാർഡായിട്ടുള്ള ജോലി ഉപേക്ഷിക്കുവാണെന്ന്. ചരനാണെങ്കിൽ നമ്മുടെ കനിൻ്റെ അച്ഛൻ അതായത് രാജാവിനെയും പോയി മീറ്റ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പ് ഇവരുടെയൊക്കെ ഏതൊക്കെയോ ജനറേഷനിലുള്ള ആൾക്കാരെടുത്ത തീരുമാനമാണ് ചരൻ്റെ ഫാമിലിയിൽ വരുന്ന ആൾക്കാരെല്ലാവരും തന്നെ റോയൽ ഗാർഡ്സ് ആയിട്ട് അശ്വദേവാറ്റൻസിനെ നോക്കണമെന്ന്. ആ സമയം ഇപ്പോൾ ചരൺ വന്നിട്ട് പറയുന്നുണ്ട് ഇനി നമ്മളത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന്. രാജാവ് ഇപ്പോൾ ഇല്ല, ഒരാവശ്യമില്ല, അല്ലെങ്കിലും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. പിന്നെ നീയാണെങ്കിൽ ഇനി നിനക്ക് വേണ്ടി ജീവിക്ക്, നിനക്ക് ആരെയാണ് ഇഷ്ടം അയാളെ ഒത്തിരി വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അയാളുടെ അടുത്തേക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. കണ്ടിട്ട് രാജാവിന് ഓൾറെഡി ചരനും കനിനും തമ്മിൽ റിലേഷനുള്ളവരെ അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ പ്രസന്റിലേക്ക് വരുമ്പോഴത്തേക്കും ചരനാണെങ്കിൽ തന്നെ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. ആ സമയമാണ് തന്തനായി കയറി വരുന്നത്. തന്തനായിക്ക് ഓൾറെഡി നമ്മുടെ ചരൺ വരുന്ന കാര്യം അറിയാമായിരുന്നു. അതാണെങ്കിൽ പക്ഷേ കനിനോട് പറയാതെ സീക്രട്ടാക്കി വെച്ചേക്കായിരുന്നു. അതിപ്പോൾ കനിൻ അറിയുമ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ എന്ന്. ആ സമയം തന്തനായി ശരി ശരി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്, നിങ്ങളുടെ വാന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ ബബ്ലുവും പിന്നെ തന്തനായ കനിൻ ചരൺ ആരും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ആ സമയം ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിട്ടുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കനിനും ചരനും മറച്ചു വയ്ക്കാനൊന്നും നിൽക്കുന്നില്ല, ഫ്ലേർട്ട് ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം ബബ്ലുവിനെ കാണിക്കുമ്പോൾ ബബ്ലു ആണെങ്കിൽ എവിടേക്കോ ചെന്നിരുന്നിട്ട് ഏതോ ഒരു BL സീരീസൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. അവൻ BLയുടെ കടുത്ത ആരാധകനാണെന്ന് തോന്നുന്നു. നല്ല എക്സ്പ്രഷനൊക്കെ ഇട്ട് ബ്ലഷായി ഇരുന്നാണ് ബബ്ലു ഓരോ എപ്പിസോഡും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയം തന്നെ അങ്ങോട്ടേ കനിനും ചരനും വരുന്നുണ്ട്. ബബ്ലുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ പരിപാടിയെന്ന്. ബബ്ലു അപ്പോൾ പറയുന്നുണ്ട് ഇതേപോലെ ഞാനാണെങ്കിൽ BL സീരീസ് കാണുമായിരുന്നു, എനിക്ക് BL സീരീസ് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയം കനിൻ എങ്കിൽ പിന്നെ എനിക്കും കൂടെ കാണിച്ചു തരാൻ പറയുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് കാണുന്നുണ്ട്. നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും കനിൻ ബെഡിൽ ഇരിക്കുമ്പോൾ ചരൺ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയം തണ്ടനായി കനിൻ്റെ അടുത്ത് ചരനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി കറങ്ങാനൊക്കെ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചരനെ അടുത്ത ദിവസം കൊണ്ടുപോകാനും കനിൻ തണ്ടനായിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചരൻ്റെ അടുത്ത് നിനക്ക് എങ്ങോട്ടാണ് പോവേണ്ടി നോക്കും. ചരനാണെങ്കിൽ എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, നീ എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കനിൻ എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നതും ചരനാണെങ്കിൽ പതുക്കെ കനിനെ കിസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കിസ് ചെയ്തിട്ട് അപ്പം തന്നെ ഇൻറ്റിമേറ്റ് ആവാണ്. അടുത്ത ദിവസം രാവിലെ കനിനാണെങ്കിൽ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം എപ്പോഴും പോകാറുള്ളൊരു സ്ഥലം അങ്ങോട്ടേക്ക് ചരനെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ചരനാണെങ്കിൽ പെട്ടെന്ന് ഒരു മോതിരം പുറത്തേക്ക് എടുക്കുകയാണ്. അത് ചരൻ്റെ അമ്മയ്ക്ക് ചരൻ്റെ അച്ഛൻ കയ്യിൽ കല്യാണത്തിൻ്റെ സമയത്ത് ഇട്ട് കൊടുത്ത മോതിരമായിരുന്നു. ഇവർ കൊട്ടാരത്തിലായിരുന്ന സമയത്തും നമ്മുടെ ചരനാണെങ്കിൽ ഇത് കനിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഈ മോതിരം കാണാൻ തന്നെ കനിന് ഇത് ഏതാ മോതിരമെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ സമയം ചരൺ പറയുന്നുണ്ട് ഇനി ഇത് നിൻ്റെ മോതിരമാണെന്ന്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ കനിനെ പ്രപ്പോസ് ചെയ്യാണ്. ചരൺ അതിൻ്റെ കൂടെ പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഓൾറെഡി നിൻ്റെ അച്ഛൻ്റെ അടുത്തും പിന്നെ തന്തനായി രണ്ടുപേരും നമ്മുടെ കനിൻ്റെ അച്ഛനാണല്ലോ, രണ്ടുപേരുടെ അടുത്തും ഓൾറെഡി ചരൺ പെർമിഷൻ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ കനിനെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നതെന്ന് പറയുന്നുണ്ട്. കനിൻ അങ്ങനെ എസ് പറയുന്നുണ്ട്. ചരൺ അവൻ്റെ കയ്യിൽ ആ ഒരു മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും അവിടെ വെച്ച് കിസ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് ഇവിടെ ഉണ്ടാവുകയാണ്. ഈ ഒരു സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ള അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. എന്തായാലും പുതിയ സീരീസൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ടൊക്കെ വരുന്നവരെ ബൈ.